ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്തുമോളെയാണ് കേട്ടോ. അപ്പോൾ ചന്തുമോൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും ഓഫീസിൽ നിന്നും നയന കയറി വരികയാണ്. അങ്ങനെ നയന കയറി വന്നിട്ട് എൻ്റെ മോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണോ, എൻ്റെ മോൾക്ക് ഇത്ര വിഷമം എന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ അമ്മേനെ കാണണം നയനാമ്മ എന്ന് പറയാം. അതിനിപ്പോൾ എന്താ, മൂക്ക് മോളുടെ അമ്മേനെ കാണണോ, ഈ നയനാമ്മ കൊണ്ടുപോകാമല്ലോ, മോള് റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? ആ, ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. എനിക്ക് പിന്നെ ഡ്രസ്സ് പോലും മാറുന്നില്ല, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തന്നെ മോളുടെ അമ്മേനെ കാണാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദേവയാനി ഇറങ്ങി വരുന്നത്. ദേവയാനിയെ കണ്ടതും നയന ചോദിച്ചു, എന്താ അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കരുത്. ആദർശേട്ടനോടും ചന്തുമോളോടും അമ്മ എന്തിനാ ഇങ്ങനെ വിരോധം കാണിക്കുന്നത്? വിരോധം കാണിക്കാതെ പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? എനിക്ക് മോളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് സങ്കടം. മോളുടെ ഈ മനസ്സുണ്ടല്ലോ, അത് വേറൊരു പെൺകുട്ടികൾക്കും, ഇപ്പോൾ ഉള്ള ഒരു പെൺകുട്ടികൾക്കും കാണില്ല. ഭർത്താവ് തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും എന്ത് തെറ്റ് ചെയ്തെന്നാ എൻ്റെ അമ്മ ഈ പറയുന്നത്? അമ്മേ, എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചന്തുമോളെ ഞാൻ സ്നേഹിക്കുന്നത്. ചന്തുമോള് ഇനിയിപ്പം ആദർശേട്ടൻ്റെ കുഞ്ഞാണെങ്കിൽ പോലും ഇവളെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ അമ്മ ഇവളെ ഏറ്റെടുക്കണം. അമ്മ എന്തിനാ ഇപ്പം ഇവളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞല്ലേ, ഇവളുടെ മനസ്സ് വേദനിക്കുന്ന അമ്മയ്ക്ക് അറിയില്ലേ? അമ്മ ഇവളെ പഴയ പോലെ തന്നെ സ്നേഹിക്കണം. ഇല്ല, എനിക്ക് പറ്റില്ല മോളെ. നിനക്ക് പറ്റുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. എനിക്ക് അതിനാവില്ല. വേണ്ട, ഇവിടെ സ്നേഹിക്കേണ്ട. ആദർശേട്ടനെ എന്തിനാ ഒഴിവാക്കുന്നത്? ആദർശേട്ടനോട് എന്തിനാ മുഖം കൊടുക്കാൻ നടക്കണത്? ആദർശേട്ടൻ അതോർത്തിട്ട് എന്ത് വിഷമമുണ്ടെന്നോ? ആർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എനിക്കൊരു കാര്യമില്ല. എൻ്റെ മോൻ മരിച്ചുപോയി. അവൻ മരിച്ചുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ അത് എൻ്റെ മോനല്ല, അവൻ്റെ പ്രേതമാണ്. അവൻ്റെ പ്രേതം, അവൻ്റെ പ്രേതത്തിന് അവൻ്റെ സ്വഭാവമല്ല. എൻ്റെ മോന് നല്ലവനായിരുന്നു. നിന്നെ എന്തിനാ അവൻ പറ്റിച്ചത്, വഞ്ചിച്ചത്? എൻ്റെ പൊന്നമ്മേ, എന്നെ ആദർശേട്ടൻ പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല. എനിക്കുറപ്പുണ്ട്. പിന്നെ എന്തിനാ അമ്മ പേടിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോവാണ്. അപ്പോഴേക്കും നമ്മുടെ നായന പറഞ്ഞു, മോള് വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ. ദേ, ഈ മുത്തശ്ശിയുടെ വിഷമം കൊണ്ട് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത്. മോള് വിഷമിക്കണ്ട. മോളുടെ വീട്ടിൽ പോകണ്ടേ, മോളുടെ അമ്മേനെ കാണണ്ടേ, ബാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവരിറങ്ങി പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യനെയും ജലജേനെയാണ്. അങ്ങനെ നവ്യനെ സ്നേഹിച്ച് സ്നേഹിച്ച് സോപ്പിട്ട് പതച്ചൊരു പരുവാക്കി എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നവ്യയും ജലജയും ഇങ്ങനെ റൂമിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. നമ്മുടെ കനക എവിടെയുണ്ട്. അങ്ങനെ നമ്മുടെ ജലജയോട് കനക പറയുകയാണ്, എൻ്റെ പൊന്നു കനക, നീ എന്തിനാ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ, അനന്തപുരി തറവാട്ടിലേക്ക്? അവിടെ നടക്കുന്ന കാര്യമൊക്കെ നിനക്ക് കാണണ്ടേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പ്രത്യേകിച്ച് എടുത്തു ചോദിച്ചു, അവിടെ നടക്കുന്ന എന്ത് കാര്യമോ ഇതിൽ അവിടെ നടക്കാനുള്ളത്? അല്ല, ജലജ ഇങ്ങനെ കൂടെ പറയുമ്പം അവിടെ എന്തോ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. തോന്നും, പലതും തോന്നും. അതെ, ഇവിടെ ഇരുന്നാൽ ഒന്നും അറിയാൻ പറ്റില്ല. വരണം, അങ്ങോട്ടേക്ക് വരണം, അനന്തപുരി തറവാട്ടിലേക്ക്. ഏതായാലും ഞാനിനി പോവാ. ദേ, എൻ്റെ കൊച്ചുമോനെ കണ്ട് എനിക്ക് കൊതി തീർന്നില്ല കനകെ. ഇവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. ഇവൻ എൻ്റെ കൊച്ചുമോൻ തന്നെയാ. ഇവനെ ഇനി എന്നാ അങ്ങോട്ടേക്ക് കൊണ്ടുവരിക? 28 ദിവസം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ല. ഇവനെ എപ്പോഴും എനിക്ക് കാണാൻ തോന്നുക. ഏതായാലും ഞാൻ പോവാട്ടോ നവ്യേ, ശരീരമൊക്കെ നീ നോക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജലജ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ജലജ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കനക പറഞ്ഞു, മോളെ എന്താ ഈ ജലജ ഇങ്ങനെ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ? പ്രശ്നം? അതെ അമ്മേ, നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല പലരുടെയും മുഖങ്ങൾ. അത് മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നതാണെന്നറിയാൻ നമ്മൾ ഒരുപാട് പാടുപെടും. ചിലരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാ. എന്താ നീ ഈ അർത്ഥവും കുത്തും കോളൊക്കെ വെച്ച് സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആരുടെ മുഖം മൂടി അഴിഞ്ഞു വീണെന്നാ? അമ്മയെ, എൻ്റെ അമ്മായിയമ്മ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഇരിക്കാതെ ഇടയ്ക്ക് അനന്തപുരി തറവാട്ടിലേക്കൊന്ന് ചെന്ന് നോക്ക്. അവിടെ ആരുടെ മുഖം മൂടി അഴിഞ്ഞു വീണെന്നും ആരെന്ത് തെറ്റ് ചെയ്തെന്നും ആരവിടെ ഉണ്ടെന്നും എന്ത് സംഭവിച്ചെന്നും ഒക്കെ അവിടെ നിന്ന് അറിയാൻ പറ്റൂലോ. അല്ലാതെ ഇപ്പം വേറെ ആരുടെ എന്തെങ്കിലും വായിൽ നിന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് അമ്മ അങ്ങനെ വല്ലതും ചെയ്യാൻ നോക്ക്. മോൻ കരയാ, ഞാൻ അങ്ങോട്ടേക്ക് പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാണ്. കനകയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ അവിടെയും ഇവിടെയും മറ്റേ ഇട്ടാപ്പൊട്ടി പോലെ ഇങ്ങനെ തെറിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഏതായാലും കനക ഉടനെ തന്നെ അനന്തപുരി തറവാട്ടിലേക്ക് പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത്
കാണിക്കുന്നത് നമ്മുടെ അനക്കയാണ്. അപ്പൊ അനക്ക ഇങ്ങനെ വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള വേലക്കാരി. അപ്പോഴാണ് പെട്ടെന്ന് അമ്മേന്നൊരു വിളി കേട്ടത്. നമ്മുടെ ചന്തുമോള് അനക്കയെ കാണാനായിട്ട് വന്നതാ, അമ്മേ എന്ന് വിളിച്ചോണ്ടാ വരുന്നത്. അപ്പോഴത്തേക്കും തന്നെ അവിടെ നിൽക്കുന്ന വേലക്കാരി ചോദിച്ചു, ഇതാരും ചന്തുമോളോ? എത്ര ദിവസമായി മോളെ നിന്നെ കണ്ടിട്ട്? ഇങ്ങ് വന്നേ, ദേ അമ്മ. അപ്പൊ അമ്മേനെ കണ്ടതും ഈ കുട്ടിയുടെ മുഖം ഒന്ന് ഇങ്ങോട്ട് മാറി കേട്ടോ. കാരണം അമ്മ ഇങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുന്നത് കാണുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം വരുമല്ലോ. അപ്പൊ ഈ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോഴത്തേക്കും നമ്മുടെ അനക്കയുടെ കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നയന അകത്തേക്ക് കയറി വന്നു. നയന കയറി വന്നതും മേഡം കൂടെ ഉണ്ടായിരുന്നല്ലേ, കയറി വാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം നയന ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ അനക്കയ്ക്ക്? ഓ, വലിയ കഷ്ടത്തിലാ എൻ്റെ പൊന്ന് മേഡം. എന്ത് പറയാനാ, ഒന്നും പറയാൻ പറ്റാതെ, ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ, ഒന്ന് ചലിക്കാൻ പോലും പറ്റാതെ ഈ ശരീരമായിട്ട് കിടക്കുന്നവർക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇടയ്ക്ക് എന്തൊക്കെയോ ഓർത്ത് കരയുന്നത് കാണാം. എനിക്ക് തോന്നുന്നു കുട്ടീനെ കുറിച്ച് ഓർത്ത് കരയുന്നതായിരിക്കും. അല്ല വേറെ പ്രശ്നങ്ങൾ ഒന്നും ഇപ്പം അനക്കില്ലല്ലോ അല്ലേ? ഇതിൽ കൂടുതൽ എന്ത് വരാനാ എൻ്റെ പൊന്നു മേഡം. ഇത് തന്നെയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. പാവം കുഞ്ഞിനെ ഓർത്തിട്ട് ഒരുപാട് സങ്കടം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് ആദർശാറും അതുപോലെ തന്നെ അവിടുത്തെ മുത്തശ്ശനും ഒക്കെ വരുമ്പോഴത്തേക്കും ഒത്തിരി കരച്ചില, ഭയങ്കര കരച്ചില്. പക്ഷെ അഭി എന്ന് പറയുന്ന ആ സാറ് വരുമ്പോൾ മാത്രം കരയാറില്ല. എന്തോ ഒരു ദേഷ്യവും പകയും ഒക്കെ ഉള്ളതുപോലെയാ. മുഖത്ത് വല്ലാത്ത വിഷമമാ, സങ്കടമാ. പക്ഷെ കരയാറില്ല. എന്തോ കലിച്ചു നോക്കുന്നതൊക്കെ കാണാം, ദേഷ്യപ്പെട്ട് നോക്കുന്നതൊക്കെ കാണാം. എന്തോ ഉണ്ട്. ബാക്കി രണ്ടുപേരും വരുമ്പോഴും ഒരു പ്രശ്നമില്ല, സങ്കടത്തോടു കൂടി കരയുക മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തേ നയന മേഡത്തിനെ കണ്ടപ്പോഴും സങ്കടമാണല്ലോ മുഖത്ത്, കരയുകയാണല്ലോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനയ്ക്ക് എന്തൊക്കെയോ ചെറിയ സംശയം തോന്നുക. കാരണം അനക്ക അഭീനെ കാണുമ്പോൾ മാത്രം കലിക്കണം, ദേഷ്യപ്പെടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിന് പിന്നിൽ കാണുമല്ലോ. അങ്ങനെ നമ്മുടെ അനഘയോട് സംസാരിക്കുകയാണ് കേട്ടോ. നയന പറഞ്ഞു, അതെ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഇത് അനഘയുടെ മോളല്ല, ഇപ്പം ഇതെൻ്റെ മോളാ. ഞാൻ എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെയാ ഈ കുഞ്ഞിനെ നോക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. അനന്തപുരി തറവാട്ടിലെ മൂർത്തി മുത്തച്ഛനെ നന്നായിട്ട് അറിയാലോ. മൂർത്തി മുത്തച്ഛൻ ഒരിക്കലും ചന്തുമോളെ കൈവിടില്ല. ചന്തുമോളെ പൊന്നുപോലെയാ നോക്കുന്നത്. ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ എന്താണെന്നറിയില്ല, എല്ലാവരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തി. ആദർശേട്ടൻ്റെ ഫോട്ടോ നിങ്ങളുടെ ഭിത്തിയിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്, എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദി എൻ്റെ ആദർശേട്ടൻ അല്ലെന്നും എനിക്കറിയാം. എൻ്റെ ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് പറയേണ്ട ആള് ഇങ്ങനെ കിടക്കുകയാണല്ലോ, പറയാൻ പറ്റില്ലല്ലോ എന്നോർത്തൊരു സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ആദർശേട്ടൻ്റെ കുഞ്ഞല്ലെങ്കിലും, ഇനി അനന്തപുരി തറവാട്ടിലെ കൊച്ചുമക്കളുടെ കുഞ്ഞല്ലെങ്കിൽ പോലും ഇവളെ പൊന്നു പോലെയാ ഇനി ഞങ്ങൾ നോക്കാൻ പോകുന്നത്. അവിടുത്തെ ഒരു അംഗം പോലെ തന്നെയാ ഇവളെ ഇപ്പം എല്ലാവരും കാണുന്നത്. അതോർത്ത് സങ്കടപ്പെടുവൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയന ഇങ്ങനെ അനഘയെ സമാധാനപ്പെടുത്തുകയാണേ. പിന്നെ നയന പറഞ്ഞു, ദേ നമ്മൾ രണ്ടമ്മമാരാ മോൾക്കുള്ളത്. അപ്പം ഈ അനക്ക കരയുന്നത് കണ്ടിട്ട് ചന്തുമോള് ചോദിക്കും, എന്തിനാ എൻ്റെ അമ്മ കരയുന്നത്? ദേ എൻ്റെ അമ്മയുടെ കണ്ണീന്നേ വെള്ളം വരിക. അപ്പൊ നമ്മുടെ നയന പറഞ്ഞു, അതേ, ദേ അമ്മയോട് മോള് സംസാരിക്കേ, ഞങ്ങള് പുറത്തിരിക്കാട്ടോ, മോൾ അമ്മയോട് ഒത്തിരി സംസാരിച്ചോ, അമ്മയുടെ കൂടെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്തുമോളെ അവിടെ ആക്കിയിട്ട് നയനയും ആ വേലക്കാരിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ചന്തുമോളാണെങ്കിൽ നമ്മുടെ അനഘയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്തോ അത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന അമ്മ ഇങ്ങനെ കിടന്നു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയാണല്ലോ. ഇതിന് ശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മൂർത്തിനെയാണ് കേട്ടോ. മൂർത്തി എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ കുത്തി കുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ വരുന്നത്. അങ്ങനെ ജലജ വന്നത് നമ്മുടെ മൂർത്തി അവിടെ ഇരിക്കുകയാണല്ലോ. അപ്പൊ പിന്നെ എന്തെങ്കിലും മിണ്ടാതെ പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ കൊച്ചുമോനൊക്കെ കണ്ടിട്ട് വന്നല്ലോ, അപ്പൊ എന്തെങ്കിലും പറയണമല്ലോ. അതുകൊണ്ട് നമ്മുടെ ജലജ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴത്തേക്കും മൂർത്തി ചോദിച്ചു, അല്ല നീ നിന്റെ മരുമകളുടെ അടുത്ത് പോയിട്ട് ഇവിടെയുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞോ? ഞാൻ പറഞ്ഞൊന്നുമില്ല. അല്ല പിന്നെ എന്തിനാ ഇപ്പൊ നീ കാരണമില്ലാതെ അങ്ങോട്ട് ഓടിപ്പോയത്? ഓ, അത് കൊള്ളാം. ഞാൻ ഇതിനു മുമ്പ് എത്രയോ തവണ അവിടെ പോയിട്ടുണ്ട് അച്ഛാ. അച്ഛൻ അതൊന്നും അറിയില്ലേ? അല്ലെങ്കിലും മരുമോളെ കാണാൻ പോകാത്തതിന്റെ പേരില അച്ഛനും അമ്മയ്ക്കും എന്നെ കുറ്റം പറയുന്നത്. ഇപ്പൊ പോയതാണോ കുറ്റമായി പോയത്? വല്ലാത്ത കഷ്ടം തന്നെ. ഞാൻ എൻ്റെ കൊച്ചുമോനെ കാണാൻ വേണ്ടി പോയതാ. പിന്നെ മരുമോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഓഹോ, ആ നേരത്ത് നാവ് പിഴച്ചൊന്നും ഇല്ലല്ലോ, നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഓ ഇല്ല, ഇനിയിപ്പം നാവ് പിഴച്ചാലും ഇല്ലെങ്കിലും ഇവിടെ ചന്തമോൾ ഒരു കൊച്ചുണ്ടെന്ന് ഗോവിന്ദനും കനകയൊക്കെ അറിയില്ലേ അച്ഛാ? അത് ആദർശിന്റെ കുഞ്ഞാണെന്നും അറിയത്തില്ലേ അച്ഛാ? അത് ചിലപ്പം നിന്റെ മോന്റെ കുഞ്ഞാണെങ്കിലോ?
ഓഹോ! ആദർശിന് കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായതേ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? അത് എന്റെ മോന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുക അല്ലേ? അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ വിഷമം അച്ഛന് കാണും. ഇനിയിപ്പോ അവനുണ്ടായ പേരുദോഷം എന്റെ മോന്റെ തലയിൽ വെച്ച് കെട്ടാനാണ് അച്ഛന്റെ ശ്രമമെങ്കിലേ ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ ചിലപ്പം ആദർശന് അച്ഛന് തന്നെന്നിരിക്കും. അങ്ങനത്തെ ഉപദേശങ്ങൾ ആദർശ് തന്നിട്ടുണ്ടെങ്കിൽ അത് മുളയിൽ നുള്ളിക്കോ. ഉം ഈ വീട്ടിൽ തെറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അബിക്ക് മാത്രമല്ലേ ഉള്ളൂ ജലജ. അച്ഛാ, അബിയെ അത്ര നല്ല സ്വഭാവക്കാരനൊന്നും അല്ലായിരുന്നു. പക്ഷെ അവനിപ്പോ ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം അവനാകെ മാറി. അവനിപ്പം സത്യം മാത്രമേ പറയാറുള്ളൂ. ഓഹ്, ആദർശ് ഇങ്ങനെ ഒരു പൊറുക്കാൻ പാടില്ലാത്ത തെറ്റ് ചെയ്തതിൽ അവന് നല്ല വിഷമമുണ്ട്. അവന് ഒരുപാട് സങ്കടമുണ്ട്. ആദർശിന്റെ സ്ഥാനത്ത് അഭിയായിരുന്നു ചന്തുമോളുടെ അച്ഛനെങ്കിലേ ഉറപ്പായിട്ടും ദേ അവൻ അവനെ ഇപ്പോഴത്തെ ജോലിയിൽ നിന്ന് അച്ഛനും ആദർശമൊക്കെ തെറിപ്പിച്ചേനല്ലോ. ഇവിടെ ഇപ്പം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇത്രയും വലിയൊരു മഹാപാപം ചെയ്തിട്ടും ആദർശ് MDയുടെ കസേരയില് ഉറച്ചങ്ങോട്ട് ഇരിക്കല്ലേ, ഒരു മാറ്റവും ഇല്ലല്ലോ. അവന്റെ ഓരോ അധികാരവും അച്ഛനെടുത്ത് കളഞ്ഞിട്ടില്ല. ഓ, അങ്ങനെ എടുത്തു കളയേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ചെയ്തിരിക്കും ജലജെ. പിന്നെ എന്നാൽ ഇവിടെ ആദർശിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തന്നെ ഇപ്പോഴും എന്റെ വിശ്വാസം. അത് അച്ഛന്റെ വിശ്വാസം മാത്രമല്ലേ, അല്ലാതെ സത്യമല്ലല്ലോ. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിക്കുന്നത് ആദർശിനെയാ. അതുകൊണ്ട് ഇങ്ങനെ വിശ്വസിക്കുന്നത്. തെളിവ് സഹിതം അച്ഛന് കണ്ടതല്ലേ ആദർശ് തെറ്റുകാരനാണെന്ന്. എന്നിട്ടിപ്പം അച്ഛൻ അവനൊപ്പം ഉറച്ചു നിൽക്കുന്നതേ അത് കാരണം തന്നെയാ. പക്ഷെ ഞാനൊരു കാര്യം പറയുക, ഈ സംഭവത്തോടു കൂടി അഭിക്കും താഴെയായിപ്പോയി ദേ അച്ഛന്റെ പുന്നാര കൊച്ചുമോന് ആദർശ്. അങ്ങനെ അച്ഛന് തോന്നിയില്ലെങ്കിലും അങ്ങനെ തോന്നുന്ന പലരും ഈ വീട്ടിനകത്തുണ്ട്, ഞാൻ ഉൾപ്പെടെ പലരും. അതച്ഛൻ മറന്നു പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അങ്ങ് പോവാണ് കേട്ടോ. കിട്ടിയ അവസരമല്ലേ, ജലജ അങ്ങോട്ട് മിന്നിക്കുകയാണ്, അങ്ങോട്ട് അലറുകയാണ് കിടന്ന്. നമ്മുടെ അഭീനെ വെള്ള പൂശാൻ പറ്റിയ സമയം കൂടി. ഈ സമയത്താണെങ്കിൽ നമ്മുടെ നയനയാണെങ്കിൽ ചന്തുമോളെയും കൊണ്ട് പാർക്കിലൊക്കെ പോവുകയും പാർക്കിലൊക്കെ ആ കുട്ടിയെ കൊണ്ട് കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീനാട്ടോ കാണിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ആ പാർക്കിലേക്ക് നമ്മുടെ വേണു രേവതിയും വരികയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ വേണു പറഞ്ഞു, ഇതേ രേവതി നോക്കിക്കേ, നോക്ക്, എന്താ എന്താ മനുഷ്യ, കാണേണ്ട കാഴ്ചയൊന്നും നീ കാണത്തില്ല, നോക്കത് ആരാണെന്ന്. അയ്യോ, അത് നയനയല്ലേ? നയനയോ ആ പെങ്കൊച്ചോ അല്ലേ? അവളുടെ കൂടെ ഇരിക്കുന്നതാണ് ചന്തുമോള്, പുതിയ അംഗം. ആഹാ, പറഞ്ഞതുപോലെ അവളുടെ ഫോട്ടോ നമുക്ക് അയച്ചു തന്നായിരുന്നല്ലോ. എന്നാ പിന്നെ ബാ, നമുക്ക് അവളുടെ മനസ്സൊന്ന് പോയി കുത്തി ഇളക്കിയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേണുവും രേവതിയും കൂടി നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ, നയനയുടെ അടുത്തേക്ക്. കുട്ടിയും നയനയും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ നയന ഇവരെ കണ്ടതോ ഒന്ന് നോക്കിട്ടോ. അപ്പൊ ഈ കുട്ടിയെ കണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ ദഹിപ്പിക്കുകയാണ് നോക്കി. അപ്പൊ നമ്മുടെ വേണു പറഞ്ഞു, ഇനിയിപ്പൊ നീ പ്രസവിച്ചില്ലെങ്കിൽ എന്താ, നിനക്ക് താലോലിക്കാൻ ഒരു കൊച്ചിനെ കൊണ്ട് തന്നില്ലയോ നിന്റെ കെട്ടിയവൻ. ഇത് കേട്ടത് നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വന്നു. നയന പറഞ്ഞു, അതെ, എന്റെ ഭർത്താവും മുത്തശ്ശനും കൂടി തന്നെയാ എനിക്ക് ഈ കുഞ്ഞിനെ കൊണ്ട് തന്നത്. അതിന് എനിക്ക് ഒരു നാണക്കേടുമില്ല, അതിന്റെ സന്തോഷമേ ഉള്ളൂ. അതിന്റെ സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഓ, അത് തന്നെ ഞങ്ങൾ പറഞ്ഞത്. ഇനിയിപ്പോഴേ നീയെ ഒരു ഗൈനക്കോളജിസ്റ്റിനൊന്നും കാണാൻ വേണ്ടി ശ്രമിക്കണ്ടെന്നേ, ഈ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഏറ്റെടുത്തോ. അതെ, നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനിപ്പോ അങ്ങനെ തന്നെയാ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തിരിക്കുന്നത്. അത്രേ ഞങ്ങളും പറഞ്ഞുള്ളൂ. ആ, ചിലർക്ക് അങ്ങനെയൊക്കെയാ രേവതി. അന്യന്റെ കുഞ്ഞിനെ കൊണ്ട് അമ്മയെന്ന് വിളിപ്പിക്കാനേ യോഗമുള്ളൂ, സ്വന്തം കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും യോഗമില്ല. പിന്നെ അത് തിരുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് നമ്മുടെ ചന്തുമോള് നിന്ന് കേൾക്കാണ് കേട്ടോ. അപ്പൊ ചന്തുമോള് കേൾക്കുന്നതുകൊണ്ട് എന്തോ പോലെ തോന്നുകയാണ് നമ്മുടെ നയനയ്ക്ക്. അപ്പൊ നയന പറഞ്ഞു, അന്യന്റെ കുഞ്ഞാണെങ്കിലും സ്വന്തം കുഞ്ഞാണെങ്കിലും ശരി, കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് തിരിച്ച് അറിയും, അത് തിരിച്ചു കിട്ടുകയും ചെയ്യും. അയ്യോ, അങ്ങനെ തിരിച്ചൊന്നും കിട്ടില്ല. അങ്ങനെ നിനക്കൊരു കുഞ്ഞിനെ വളർത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലേ മനുഷ്യ കുഞ്ഞിനേക്കാൾ നല്ലത് മൃഗത്തിന്റെ കുഞ്ഞായിരുന്നു. ഇതിപ്പം ഏതാണ്ട് അവിടെ കിടന്ന സാധനത്തിനെ എടുത്ത് ഇവിടെ വെച്ച ഒരവസ്ഥയായി പോയല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്തമോള് വീണ്ടും ഇങ്ങനെ നോക്കി വിഷമിക്കുന്നുണ്ട്. അപ്പൊ നയന പറഞ്ഞു, നിർത്തുന്നുണ്ടോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ലോകത്ത് ഒട്ടും നന്ദിയില്ലാത്തവളാ നിങ്ങളുടെ മോള്. ദേ, പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ മോളെ പ്രസവിക്കാൻ വിടാതെ ഒരു കാര്യം ചെയ്യും, ഒരു നായക്കുട്ടീനെ മേടിച്ചു കൊടുക്കുക. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, ഇത് പാർക്കാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഓ, അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. പാർക്കാണെന്നൊന്നും ഞാൻ നോക്കില്ല. പറയാൻ പാടില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ പരിസരം നോക്കാതെ ചിലപ്പോൾ ഞാനും വാ തുറക്കും. ഓ, അപ്പോഴേ ഞാൻ പറഞ്ഞത് ഇവളെ പോലെ ഒരു അസന്നിന്റെ അടുത്ത് വരണ്ടെന്ന്. പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ചന്തുമോളെ ചേർത്ത് എന്നെ ഒന്ന് കുത്തി നോവിക്കാന്ന് കരുതി, അതിനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അയ്യോ, ഇവളെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടൊന്ന് കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്.
എന്തായാലും നിനക്ക് പറ്റിയ കുഞ്ഞ് തന്നെയാ നയനെ, നിനക്ക് പറ്റിയ കുഞ്ഞ്. അതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇതാരുടെ കുഞ്ഞാണെന്ന്. ആയിക്കോട്ടെ, അതൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചാ പോരെ, നിങ്ങൾ കൂടുതൽ സഹിക്കണ്ട കേട്ടോ. ആരോരും ഇല്ലാത്തൊരു കുഞ്ഞാ, അതിന്റെ മുഖത്ത് നോക്കി വേദനിപ്പിക്കാൻ വലിയ ഉത്സാഹമല്ലേ? എങ്ങനെ നിങ്ങളുടെ മനസ്സിന് ഇതൊക്കെ തോന്നുന്നു? ആരോരും ഇല്ലാത്തതെന്ന് ആരാ പറഞ്ഞത്? നിന്റെ ഭർത്താവല്ലേ ഇതിന്റെ അച്ഛൻ. ആദർശേട്ടൻ അച്ഛൻ മാത്രമല്ല, ഞാൻ അമ്മയും കൂടിയാ, അതുകൂടെ കേട്ടോ. ഓഹോ, എന്നാ പിന്നെ അച്ഛനും അമ്മയും കൂടി ചേർന്നൊരു താരാട്ട് പാട്ട് പാടി അങ്ങോട്ട് ഓർക്ക്. അവനെയും കൂടെ വിളിക്കത്തില്ലായിരുന്നോ താരാട്ട് പാടാനായിട്ട്? അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, എന്നിട്ടേ ഇവളെ പിടിച്ചിട്ടങ്ങ് നടുക്കും കൂടെ അങ്ങോട്ട് ഇരുത്ത്, എന്നിട്ട് ഇരുന്ന് ആട്ടി ആട്ടി ഉറക്ക്. അത്തരം കാഴ്ചകൾ ഉടനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടുകൂടി ആ പരാതി അങ്ങ് തീരുമല്ലോ. അപ്പൊ വേണു പറഞ്ഞു, രേവതി ഇങ്ങ് ബാ, തലതിരിഞ്ഞ സന്തതികൾ ഇങ്ങനെയേ സംസാരിക്കത്തുള്ളൂ, ഇതിനോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല, ബാ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും വേണു അങ്ങ് പോയി കേട്ടോ. ഏതായാലും രേവതിയുടെ വേണുവിന്റെ വയറ് നിറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, പോയ സ്ഥിതിക്ക് കുറച്ചുകൂടെ പറയായിരുന്നു, ഇപ്പൊ അവളാ ജയിച്ചത്. ആര് പറഞ്ഞു? നമ്മളാ ജയിച്ചത്. ഉറപ്പാണോ? നമ്മളാണോ വേണോട്ട ജയിച്ചത്? അതേന്നെ, നമ്മൾ തന്നെയാ ജയിച്ചത്, ബാ പോകാം എന്നും പറഞ്ഞ് പോവാം. അപ്പോഴേക്കും നമ്മുടെ നയനെ കാണിക്കാം. നയന ചന്തുമോളോട് പറയാം, ഇതുപോലെയുള്ള ചീത്ത ആൾക്കാർ പറയുന്നത് കേട്ട് മോള് വിഷമിക്കരുത് കേട്ടോ. മോള് ചിരിച്ച് കാണുന്നത് എപ്പോഴും എനിക്കൊക്കെ ഇഷ്ടം. അപ്പൊ മോൾ എപ്പോഴും ചിരിക്കണേ എന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിപ്പിക്കുകയാണ് കുട്ടിയെ കൊണ്ട്. ഈ സമയത്ത് നമ്മുടെ മൂർത്തിനെയും അതുപോലെ വസുന്ധരേനെയും ഒക്കെ വസുന്ധരനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വസുന്ധര ചോദിക്കുക, അല്ല ചന്തുമോളുടെ ജനന തീയതിയും അതുപോലെ തന്നെ അവളുടെ ഡേ ഒക്കെ അറിയുമോ? ദിവസമൊക്കെ അറിയോ? നാളൊക്കെ അറിയോ? നമുക്കും അവളുടെ ബർത്ത്ഡേക്ക് വരുമ്പോൾ കേക്കൊക്കെ മുറിക്കണ്ടേ? ശരിയാ, അതൊക്കെ ഇനി അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ വസുന്ധര പറഞ്ഞു, നീ നന്നായിട്ട് സ്നേഹിച്ചോണ്ടാണല്ലോ ഇരുന്നത് ദേവയാനി ചന്തുമോളെ. ഇപ്പം നല്ല വിഷമായിട്ടോ മോക്ക്? ഓഹോ, അപ്പൊ ഞാൻ എന്റെ വിഷമം ആരോടാ പറയേണ്ടത്? ഓ, നീ ഇപ്പൊ ഒരു അമ്മയാ, അമ്മായിയമ്മയാ. നവ്യെ പോലെ നയനയും അമ്മയായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഒരു മുത്തശ്ശി ആയേനെ. ഇത്രയും എത്തി നിനക്ക് പക്വതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നാണക്കേടാ ദേവയാനി. എനിക്ക് ഒരു നാണക്കേടും ഇല്ല അച്ഛാ, എനിക്ക് ഒരു നാണക്കേടും ഇല്ല. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപമാനം ഇങ്ങനെ ഒരിക്കലും വന്നിട്ടില്ലല്ലോ. ഇതൊരു വലിയ അപമാനം തന്നെയാ. ആര് പറഞ്ഞുണ്ടായിട്ടില്ലെന്ന്? ദേ, ആദർശന്റെ കല്യാണം കഴിഞ്ഞപ്പം അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപമാനമെന്ന് നീ പറഞ്ഞില്ലേ? ഇപ്പം എന്നിട്ട് എന്തായി? അന്ന് അപമാനം സ്വന്തം മരുമോളായിരുന്നു. എന്നാ ഇന്ന് ആ മരുമോള് വഞ്ചിച്ചു എന്നറിഞ്ഞതായി നിന്റെ വേദന. പിന്നെ ഇപ്പം മകൻ വഞ്ചിച്ചു എന്നറിഞ്ഞത് നിന്റെ വേദനയായി. ഇങ്ങനെ വേദന മാറി മാറി വന്നോണ്ടേയിരിക്കും. ഞാൻ തർക്കിക്കാനില്ല മുത്തശ്ശ എന്നല്ല അച്ഛ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് നയനയും ചന്തുമോളും കൂടി വന്നു കേട്ടോ. നയനയും ചന്തുമോളെയും കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഒത്തിരി കളിപ്പാട്ടങ്ങളൊക്കെ ആയിട്ടാണല്ലോ വന്നിരിക്കുന്നത്. കുട്ടിക്ക് വേണ്ട എല്ലാം ഞങ്ങൾ മേടിച്ചു കൊടുത്തു. അല്ല, ഞങ്ങൾക്കൊന്നും മേടിച്ചില്ലേ? മുത്തച്ഛനും മുത്തശ്ശിക്കും കളിപ്പാട്ടങ്ങൾ വേണോ? ദേ ചന്തമോളെ കേട്ടില്ലേ, മുത്തച്ഛനും മുത്തശ്ശിക്കും കളിപ്പാട്ടം മേടിച്ചില്ലേ എന്ന്. നമുക്ക് ഇവർക്കൊരു തോക്ക് മേടിച്ചു കൊടുത്താലോ? അയ്യേ, വലിയവര് പൊട്ടാസ് പൊട്ടിക്കോ? മോളുടെ മുത്തച്ഛനും മുത്തശ്ശിയെ ഒരുപാട് പൊട്ടാസ് പൊട്ടിച്ചിട്ടുണ്ടെന്ന്, ഒത്തിരി പൊട്ടാസ് പൊട്ടിക്കുമായിരുന്നെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി പറഞ്ഞു, മോളിങ് വന്നേ, മുത്തച്ഛൻ്റെ ഒരു ഉമ്മ തന്നെ. അപ്പോഴത്തേക്കും നമ്മുടെ വസുന്ധര, അപ്പൊ എനിക്കില്ലേ ഉമ്മ എന്ന് ചോദിച്ചു. അങ്ങനെ രണ്ടുപേർക്കും മാറി ഉമ്മ കൊടുക്കുക. ഇത് കണ്ടിട്ട് നമ്മുടെ ദേവയാനിക്ക് പെരുത്ത് കയറുകയാണ് കേട്ടോ. പെരുത്ത് കാറിക്കൂടി കയറി തലമണ്ടയിലെത്തി. അപ്പോഴത്തേക്കും നമ്മുടെ നയന ചോദിച്ചു, അല്ല ഈ മുത്തശ്ശിക്ക് ഉമ്മയൊന്നും വേണ്ടേ എന്ന് ദേവയാനിയോട്. അപ്പം ദേവയാനി പറഞ്ഞു, എനിക്ക് ഇവളുടെ ഉമ്മയൊന്നും വേണ്ടാന്ന്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.